അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. UDF അധികാരത്തിലെത്തി ഒരു മാസമായി കേട്ടോ. മാസപരീക്ഷ കഴിഞ്ഞു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മാസപരീക്ഷ UDF സർക്കാർ തോറ്റു എന്നാണ് വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് കാലത്ത് അനഭിമതനായിരുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ UDFന് എങ്ങനെ അഭിമതനായി എന്നാണ് ചോദ്യം. മതവിദ്വേഷം പ്രചരിപ്പിച്ച ആളായി വെള്ളാപ്പള്ളി നടേശനെ വിശേഷിപ്പിച്ചവർ ഭരണം ലഭിച്ചപ്പോൾ അനുഗ്രഹം വാങ്ങാൻ വരി നിൽക്കുന്നുവെന്ന് ദേശാഭിമാനിയിലെ ലേഖനത്തിൽ വിമർശനം. തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങളെ കേവലം വോട്ട് തട്ടാനുള്ള തന്ത്രങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർക്കാരിന് സംഘപരിവാർ വിധേയത്വമെന്നും വിമർശിക്കുന്നു. മുൻ നിലപാടുകളിൽ നിന്ന് സങ്കോചമില്ലാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുന്നെന്നും പിണറായി വിജയന്റെ ലേഖനത്തിൽ. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഒരു മാസം പിന്നിടുകയാണ്. മാസപരീക്ഷയിൽ ഈ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു എന്നാണോ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ലേഖനത്തിൽ പറയുന്നത്? റഹീഷ്. ഗുഡ് മോർണിംഗ് അരുൺ. പരാജയപ്പെട്ടു എന്ന് ലേഖനത്തിൽ പിണറായി വിജയൻ വെറുതെ അങ്ങ് പറഞ്ഞു പോവുക മാത്രമല്ല, എന്തുകൊണ്ടാണ് കഴിഞ്ഞ 30 ദിവസം VD സതീശൻ സർക്കാർ പരാജയം ആയിരുന്നു എന്ന് അക്കമിട്ട് പറയുന്നുമുണ്ട്. അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തുടങ്ങിയ വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലിയത് മുതൽ ഇന്നലെ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് വരെയുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളോട് എന്താണോ പറഞ്ഞത് അതിന് നേർവിപരീതമായ കാര്യങ്ങളാണ് സർക്കാർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇതിനകത്തെ കൗതുകമുള്ള ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശനെ ചാരി സർക്കാരിനെ വിമർശിക്കാൻ കൂടി ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനത്തിൽ പിണറായി വിജയൻ വന്നു എന്നതാണ്. അതിന് അദ്ദേഹം കൃത്യമായി പറയുന്ന കാര്യം, തിരഞ്ഞെടുപ്പ് കാലത്ത് അനഭിബുദ്ധനായിരുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ UDFന് അഭിമുഖനായോ എന്ന കാര്യം ചോദിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വലിയ വിദ്വേഷ പ്രചാരണകനെന്ന് പറഞ്ഞിരുന്ന ആളുടെ അടുത്തേക്ക് അനുഗ്രഹം വാങ്ങാൻ വരിവരിയായി നിൽക്കുന്ന കാഴ്ചയാണ് എന്ന് പറയുന്നത്. മന്ത്രിമാർ ആ വീട്ടിൽ ബിന്ദുവും മോൻസ് ജോസഫും ഒക്കെ പോയത് ചൂണ്ടിക്കാട്ടിയാണ്. ഒപ്പം NDAയുടെ ചെയർമാനായ BDJSന്റെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളി വസതിയിലെത്തി VD സതീശനെ കണ്ട കാര്യവും ഇതിനകത്ത് പറയുന്നുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്നാണോ UDF ഇതിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം കൂടി പിണറായി വിജയൻ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം സംഘപരിവാർ വൽക്കരണമാണ് നടക്കുന്നത് എന്നതിന് VC നിയമനം അടക്കമുള്ള MG യൂണിവേഴ്സിറ്റി സെനറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തിരിച്ച് മറ്റൊരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിന് ഉദാഹരണമായി KSRTC ബസ്സിലെ സൗജന്യ വനിതകളുടെ യാത്രയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഓർഡിനറി എന്ന് മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടില്ല, പക്ഷെ നടപ്പാക്കിയത് ഓർഡിനറി മാത്രം എന്ന കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പിണറായി വിജയന്റെ ലേഖനം ഉണ്ട് ദേശാഭിമാനിയിൽ. വളരെ വലിയ രൂക്ഷ വിമർശനം എന്ന് തന്നെ നമുക്ക് പറയാം.